കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഇന്ന് മറ്റൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ മുൻപിലാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തൃശൂരിലെ ഉപതിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പല പ്രമുഖ മാധ്യമങ്ങളും എങ്ങനെയാണ് യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. തൃശൂരിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? പത്മജ വേണുഗോപാൽ BJP ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയാണ്? ഈ സത്യങ്ങൾ മറച്ചുവെച്ച ചില മാധ്യമങ്ങൾ നടത്തുന്ന ഇഞ്ചോടിഞ്ച് നാടകത്തിന്റെ അണിയറ കഥകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് രാഷ്ട്രീയമായി ഏറെ പ്രബുദ്ധരാണ്. BJP എന്താണെന്നും മോദി ഗ്യാരണ്ടി എന്നാൽ എന്താണെന്നും അവർ ഇന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവാണ് തൃശൂരിലെ പോരാട്ടത്തെ ഇത്രമേൽ ആവേശകരമാക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രവചനങ്ങളൊന്ന് ഓർത്തു നോക്കണം. അന്ന് ഇതേ പ്രമുഖ മാധ്യമങ്ങൾ തൃശൂരിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു? സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്നാൽ ഫലം വന്നപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം ഒരേപോലെ നാണം കിട്ടു. തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ നെഞ്ചിലേറ്റി. BJPക്ക് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ലോക്സഭാ സീറ്റ് നൽകി. ഈ വമ്പൻ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ഇവർ ഇന്നും തയ്യാറായിട്ടില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിലും ഇവർ ഇതേ അന്ധതയാണ് പ്രകടിപ്പിക്കുന്നത്. തൃശൂർ നഗരത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ റോഡ് ഷോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാകും അവിടെ ഒരു മാറ്റത്തിന്റെ വൻ തരംഗം വീശുന്നുണ്ടെന്ന്. 10,000-കണക്കിന് ആളുകളാണ് സ്വമേധയാ ഒഴുകിയെത്തിയത്. എന്നിട്ടും ചില മാധ്യമങ്ങൾ പറയുന്നത് പത്മജയും UDFന്റെ രാജൻ പല്ലനും തമ്മിൽ കടുത്ത മത്സരമാണെന്ന്. LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം എന്തുകൊണ്ട് BJP ജയിക്കുമെന്ന് പറയാൻ ഇവർ കാണിക്കുന്നില്ല? സുരേഷ് ഗോപിക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ലഭിച്ച 10,000-ലേറെ വോട്ടുകളുടെ ലീഡ് നിലനിൽക്കുന്ന മണ്ഡലമാണിതെന്ന് ഇവർ സൗകര്യപൂർവ്വം മറക്കുകയാണ്. ആ വോട്ടുകൾ എങ്ങും പോയിട്ടില്ലെന്ന് മാത്രമല്ല, പത്മജയുടെ വരവോടെ അത് വർദ്ധിക്കാനാണ് സാധ്യത. പത്മജ വേണുഗോപാൽ ഇന്ന് BJP സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. കോൺഗ്രസിന്റെ കരുത്തായിരുന്ന K കരുണാകരന്റെ മകളെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ നിരന്തരം അപമാനിക്കുകയും പിന്നിൽ നിന്ന് തോൽപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് അവർ ഇന്ന് തീരുമാനമെടുത്തത്. കഴിഞ്ഞ 2 തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചപ്പോഴും TN പ്രതാപനടക്കമുള്ള നേതാക്കൾ പത്മജയെ തോൽപ്പിക്കാൻ ആസൂത്രിതമായി നീക്കം നടത്തിയെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കരുണാകരനെ ഇന്നും സ്നേഹിക്കുന്ന അദ്ദേഹത്തോട് കോൺഗ്രസ് കാണിച്ച അനീതിയിൽ മനം മടുത്ത ഒരു വലിയ വിഭാഗം വോട്ടർമാർ തൃശൂരിലുണ്ട്. അവർക്ക് പത്മജയോടുള്ളത് ഒരു വൈകാരിക ബന്ധമാണ്. ആ വോട്ടുകൾ ഇത്തവണ പെട്ടിയിലാകുന്നത് താമര ചിഹ്നത്തിലായിരിക്കും. ഈ വസ്തുതയെ മാധ്യമങ്ങൾ ഇല്ലാതാക്കുന്നു. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ മുൻ മേയർ എന്ന നിലയിൽ പ്രാദേശികമായി സ്വാധീനമുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ പത്മജയ്ക്ക് തൃശൂരിലുള്ള ജനസ്വാധീനമോ അദ്ദേഹത്തിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷമാവട്ടെ ഒരു കവിയെ ഇറക്കി സാംസ്കാരിക മുഖം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായി അവർ 3ാം സ്ഥാനത്തേക്ക് കിതച്ച് നീങ്ങുകയാണ്. തൃശൂരിന്റെ വികസനവും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും സുരേഷ് ഗോപിയുടെ വിജയവും ചേരുമ്പോൾ അവിടെ പത്മജയ്ക്ക് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. ഈ സത്യം വിളിച്ചു പറഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് ദേഷ്യം വരുമെന്ന പേടിയാണ് ചില മാധ്യമങ്ങളെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയല്ല, മറിച്ച് വാർത്തകൾ നിർമ്മിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ജനങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കാൻ തങ്ങൾക്കാണ് അവകാശമെന്ന ഇവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. BJP എന്താണെന്ന് ഇന്ന് കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും അഴിമതിയില്ലാത്ത ഭരണവും ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ടാക്കി. ഇപ്പോൾ വീണ്ടും ഇഞ്ചോടിഞ്ച് എന്ന പ്രയോഗത്തിലൂടെ BJPയുടെ വിജയ സാധ്യതകളെ മങ്ങലേൽപ്പിക്കാൻ നോക്കുന്നത് വോട്ടർമാരെ വിഡ്ഢികളാക്കാനാണ്. എന്നാൽ തൃശൂരിലെ വോട്ടർമാർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അവർക്ക് മാറ്റം വേണം, അവർക്ക് വികസനം വേണം. സുരേഷ് ഗോപിക്ക് ശേഷം പത്മജയിലൂടെ തൃശൂർ വീണ്ടും NDA സ്വീകരിക്കും. അപ്പോഴും ഈ മാധ്യമങ്ങൾ തങ്ങളുടെ പഴയ പ്രവചനങ്ങളുമായി ചാനൽ മുറികളിലിരുന്ന് തലപുകയ്ക്കും. ജനങ്ങളുടെ നാടിയെടുപ്പ് പറയാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, അല്ലാതെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി സ്തുതി പാടുകയല്ല വേണ്ടത്. തൃശൂർ ഇത്തവണയും ചരിത്രം തിരുത്തിക്കുറിക്കും. ആ ചരിത്രത്തിൽ പത്മജ വേണുഗോപാലിന്റെ വിജയം ഉറപ്പായിരിക്കും. പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇതിനെ വാർത്തകൾ എന്ന് വിളിക്കണോ അതോ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണിക്ക് വേണ്ടിയുള്ള PR വർക്ക് എന്ന് വിളിക്കണോ എന്നതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് പറ്റിയ ഈ ഹിമാലയൻ അബദ്ധം നമ്മൾ ആരും മറന്നിട്ടില്ല. അന്ന് സുരേഷ് ഗോപി തോറ്റുപോകുമെന്നും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും വലിയ വായിൽ പ്രവചിച്ച ഇതേ മാധ്യമങ്ങൾ ജനവിധി വന്നപ്പോൾ അവർ നാണം കെട്ടതാണ്. എന്നിട്ടും പഠിച്ച പാഠം മറന്ന് അതേ PR തന്ത്രങ്ങളുമായി വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണിവർ.
സത്യത്തിൽ തൃശൂരിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരേ അബദ്ധം ആവർത്തിക്കുന്ന ഇവരുടെ ഒരു അവസ്ഥ നോക്കണേ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം BJPക്ക് ലഭിച്ച വോട്ട് വീതം ഏകദേശം 44%. ഇത് കോൺഗ്രസിനേക്കാളും CPIക്കാളും വളരെ കൂടുതലാണ്. ഈ കണക്കുകൾ കൈവശം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇഞ്ചോടിഞ്ചെന്ന കള്ളക്കഥ മെനയുന്നത്. പത്മജ വേണുഗോപാൽ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിലും കരുണാകരന്റെ മകൾ എന്ന നിലയിലും കുടുംബങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ലഭിച്ച സ്ത്രീ പിന്തുണ പത്മജയ്ക്കും ലഭിക്കുമെന്നത് മാധ്യമങ്ങൾ മനഃപൂർവ്വം ചർച്ച ചെയ്യുന്നില്ല. സുഹൃത്തുക്കളെ, ഈ മാധ്യമങ്ങൾ എത്ര തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും തൃശൂരിലെ തെരുവുകളിൽ കേൾക്കുന്നത് മാറ്റത്തിന്റെ ശബ്ദമാണ്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തൃശൂരിനെ വഞ്ചിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെയുള്ള ജനതയുടെ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ 3ാം സ്ഥാനക്കാരൻ എന്ന് വിളിച്ചവർക്ക് തൃശൂരിലെ ജനങ്ങൾ നൽകിയ മറുപടി ഇന്നും ഓർമ്മയുണ്ടാകും. ഇത്തവണ പത്മജയുടെ കാര്യത്തിലും ആ ചരിത്രം ആവർത്തിക്കും. PR വർക്കുകൾ കൊണ്ട് ജനവിധി മാറ്റാമെന്ന് ആരും മോഹിക്കേണ്ട. തൃശൂരിന്റെ മണ്ണ് താമരയ്ക്കൊപ്പമാണ്. അത് വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ മാധ്യമപ്പടയ്ക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടും. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഇന്ന് BJP ഒരു വൻ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നത് പകൽ പോലെ വ്യക്തമായ സത്യമാണ്. എന്നാൽ ഈ മാറ്റം കാണാൻ നമ്മുടെ ചില പ്രമുഖ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അവർ ഇപ്പോഴും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ PR കണ്ണടയിലൂടെയാണ് കേരളത്തെ നോക്കിക്കാണുന്നത്. ആ PR കണ്ണട ഒന്ന് ഊരി മാറ്റിവെച്ചാൽ മാത്രമേ കേരളത്തിൽ ഇന്ന് വീശിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ ശക്തമായ കാറ്റ് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഒരു മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. തൃശൂരിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത്തരമൊരവസ്ഥയാണ്. ഒരു പ്രമുഖ മാധ്യമം തങ്ങളുടെ മുൻപത്തെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ വീണ്ടും ജനങ്ങളെ പറ്റിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ഇവർ എഴുതി തള്ളിയപ്പോൾ അത് വെറും ഒരു കണക്കുകൂട്ടലിലെ പിഴവാണെന്ന് നമ്മൾ കരുതി. എന്നാൽ ഇന്ന് പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിലും അവർ അതേ നിലപാട് ആവർത്തിക്കുമ്പോൾ അത് അബദ്ധമല്ല, മറിച്ച് ബോധപൂർവമായ ഒരു അജണ്ടയാണെന്ന് വ്യക്തമാകുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇഞ്ചോടിഞ്ചെന്ന പ്രയോഗം ഒരു സുരക്ഷാ കവചമായി ഇവർ ഉപയോഗിക്കുകയാണ്. BJPയുടെ വിജയ സാധ്യതകളെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് ഭയമാണ്. കാരണം സത്യം വിളിച്ചു പറഞ്ഞാൽ അത് തങ്ങൾ കാലങ്ങളായി സംരക്ഷിച്ചു പോരുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളെ തകർക്കുമെന്ന് അവർക്കറിയാം. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങൾക്കിടയിലെ മാറ്റത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുകയാണ്. തൃശൂരിലെ സാധാരണക്കാരായ വോട്ടർമാർ ഇന്ന് രാഷ്ട്രീയമായി വളരെയേറെ മുന്നിലാണ്. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നും ആര് വന്നാലാണ് വികസനം ഉണ്ടാകുകയെന്നും അവർക്ക് കൃത്യമായി അറിയാം. മോദി ഗ്യാരണ്ടി എന്നത് ഇന്ന് ഓരോ സാധാരണക്കാരന്റെയും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയും ആത്മവിശ്വാസത്തെയും ഇല്ലായ്മ ചെയ്യാൻ ഇത്തരം PR റിപ്പോർട്ടുകൾക്ക് കഴിയില്ല. മാധ്യമങ്ങൾ എന്ത് പുകമറ സൃഷ്ടിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. തൃശൂരിലെ ജനങ്ങൾ ഇത്തവണ പത്മജ വേണുഗോപാലിനെ സ്വീകരിക്കുന്നത് മാറ്റത്തിന് വേണ്ടിയാണ്. പതിറ്റാണ്ടുകളായി ഒരേ രാഷ്ട്രീയ വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന മണ്ഡലത്തിന് പുതിയൊരു ദിശാബോധം നൽകാൻ BJPക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു മാധ്യമ സ്ഥാപനത്തിനും കഴിയില്ല. വോട്ടെണ്ണി കഴിയുമ്പോൾ സ്റ്റുഡിയോകളിൽ ഇരുന്നുള്ള ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടായില്ല. അന്ന് ജനങ്ങളുടെ വിധിക്ക് മുന്നിൽ ഈ മാധ്യമ പടയ്ക്ക് വീണ്ടും മാപ്പിരിക്കേണ്ടി വരും. ജനഹിതം എന്താണെന്ന് വോട്ടെണ്ണൽ ദിവസം ഈ PR ഏജൻസികൾക്ക് തൃശൂർ കാണിച്ചു കൊടുക്കും. അഴിമതിയില്ലാത്ത വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പുതിയ തൃശൂരിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? മാധ്യമങ്ങളുടെ ഈ പ്രവചനങ്ങൾ ഇത്തവണയും പാളിപ്പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.